ഗൈസ്, അപ്പോൾ തേരേഷ്കിമൻ മൂവി കണ്ടു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ലേറ്റായി മൂവി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ പേര് ഇത് ഇറങ്ങിയ സമയത്ത് സയ്യാരുടെ അത്രക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു മ്യൂസിക്കും കാര്യങ്ങളും സൗണ്ട് സ്ക്രോറും BGM എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള A.R. റഹ്മാൻ്റെ മാജിക്കൽ ഒരു മൂവിയാണ്. ഇത് ലവ് സ്റ്റോറി ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ ലവ് സ്റ്റോറിയാണ്, പക്ഷെ അതൊരു ഫുൾ ഇമോഷണൽ മൂവിയാണ്. ഫുൾ ഇമോഷൻസ് മാത്രം മിക്സ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ ഒരു 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 സംഭവമാണ്. കുറെ പേര് എന്നോട് പറയണം എന്തിനാണ് ആ പടത്തിനൊക്കെ പോകുന്നത്, നെഗറ്റീവ് ആവറേജ് ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മസ്റ്റ് വാച്ചബിൾ മൂവിയാണ്. മസ്റ്റ് വാച്ചബിൾ ലിസ്റ്റിൽ ഞാൻ വിടും. പിന്നെ ഓരോ സീനാണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും നല്ല അടിപൊളി പക്കയാണ്. ഒരു എന്താ പറയാ, നിങ്ങൾ കണ്ടു നോക്കുക വൈസ്. നമ്മുടെ ധനുഷിനൊക്കെ എന്താ പറയാ, ധനുഷൊക്കെ കുറെ കാലത്തിന് ശേഷം നല്ല ഒരു റൊമാൻറ്റിക് റോളും ഒരു ആക്ഷൻ റോളൊക്കെ. മറ്റേ പറഞ്ഞപ്പോൾ ധനുഷിന് വരുന്ന പടങ്ങളെല്ലാം മാസ് സാധനങ്ങളാണ്. കാരണം ഇറ്റലിയോടൊക്കെ അറിയാലോ എന്താണത്, എനിക്ക് നഷ്ടമായില്ല. പക്ഷെ ഈ പടം ഇത്രയും കളക്ഷൻ നേടാനുള്ള കാരണം മോട്ടിവേറ്റ് എന്താ പറയാ, ആ ഒരു ലവ് സീനിന്റെ ആണെങ്കിലും ഇമോഷണലി, പിന്നെ നമ്മുടെ പ്രകാശ് രാജിന്റെ കോമ്പിനേഷൻ, പ്രകാശ് രാജ് ധനുഷുള്ള ഒരു കോമ്പിനേഷൻ, ഫാദർ ആൻഡ് സൺ എന്നുള്ള എന്തായാലും ഒരു നല്ലൊരു അവിടെ ഇമോഷണല്, കൃതി തന്നെയായിട്ടും ഇമോഷണൽ ലവ്, റൊമാൻറ്റിക് എല്ലാം കൊണ്ടും ഒരു ഇമോഷണലി ലവ് ആക്ഷൻ എന്ന് പറയാം. പിന്നെ നമ്മുടെ കുറച്ച് രാജസ്നേഹം, അതിനെല്ലാം കൊണ്ടും ഒരു മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു പടം. നിങ്ങളവിടെ തിയേറ്ററിൽ ഇത് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണും. നല്ല ഭംഗിയിട്ട് നല്ല അടിപൊളി പടമാണ്. പിന്നെ നെഗറ്റീവും അതേപോലെ സയ്യാറേനായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. സയ്യാറ വേറെ ടൈപ്പ് പടമാണ്, തേരേഷ്കിമൻ വേറെ ടൈപ്പ് പടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.